വാത്സല്യ പിതാവ് ഈ ഭൂമിയിൽ ദൈവം നൽകിയ ആയുസ്സിൽ തികച്ച് താൻ പ്രിയം വെച്ച കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഇന്ന് പകൽ ഇവിടെ മുഴങ്ങിക്കേട്ട ദൈവത്തിൻ്റെ വചനം പ്രിയ കുടുംബങ്ങളെ കടന്നു വന്ന ഏവരെയും ആശ്വാസവും പ്രത്യാശയും നൽകിയല്ലോ. വീണ്ടും നാം ഈ ഭൗതിക ശരീരമായി അടക്ക ശുശ്രൂഷ നൽകേണ്ടതിന് നാം സെമിത്തേരിയിലേക്ക് പോകുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കട്ടെ. ഈ കുടുംബത്തെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിൻ്റെ വേർപാടിലുണ്ടായിരിക്കുന്ന ആ വിടവ് ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ നികത്തപ്പെടുവാനിടയാകട്ടെ. നാം ദൈവസന്നിധിയിൽ പ്രത്യാശയോടുകൂടിയായിരിക്കുമ്പോൾ ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന നിലമ്പൂർ സെൻറ്ററിൻ്റെ മുൻ ഡിസ്ട്രിക്ട് പാസ്റ്ററുമായിരുന്ന കർത്താവിൻ്റെ ദാസൻ പുന്നൂസ് പാസ്റ്റർ പ്രാർത്ഥിച്ച ആശീർവാദത്തോടെ ഈ ഭവനത്തിലെ ശുശ്രൂഷ അവസാനിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്നേഹം പിതാവേ, നന്ദിയോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പിതാവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാണ്. ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് നീ അനാദിയും ശാശ്വതമായി ദൈവമാകയാൽ നന്ദിയോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഏത് സമയത്തും കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് ധൈര്യത്തോട് കടന്നു വരുവാൻ തക്കവണ്ണം നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവകാശത്തിനായി നന്ദിയോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എളിയവരെ ആശ്വസിപ്പിക്കുന്ന സർവശക്തനായ ദൈവം തൻ്റെ ദാസിയെയും കുഞ്ഞുങ്ങളെയും അവിടുന്ന് ആശ്വസിപ്പിക്കുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാക്കുകൾക്ക് പരിമിതിയുണ്ട്, എന്നാൽ അതിനപ്പുറമായി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ ഹൃദയത്തിൽ ഉറപ്പും ധൈര്യവും നൽകി അവിടുന്ന് ജയോത്സവമായി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ലോകാവസാനത്തോടും എല്ലാ നാളും ഞങ്ങളോട് കൂടിയിരിക്കാം നള്ളി ചെയ്ത കർത്താവേ, ഞങ്ങളുടെ ദുഃഖസമയത്ത് ഞങ്ങളോട് കൂടെയുള്ളതിനാൽ നന്ദിയോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ഉള്ളിൽ ബലം നൽകി ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന ദൈവം അവിടുന്നാകിയാൽ നന്ദിയോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ ഔഷധന്മാരെ കൂടി ഞങ്ങളെ കേൾപ്പിച്ച എല്ലാ തിരുവചനത്തിനായി നന്ദിയോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആ വചനങ്ങളെല്ലാം ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ തക്കവണ്ണം ഈ ശുശ്രൂഷയെ സംബന്ധിച്ച ചില ജീവിതങ്ങൾ കൂടെ സർവശക്തനായ ദൈവം ഇടയാക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, എന്നാൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരു നഗരം ഒരുക്കുന്നതിനാണ് നന്ദിയോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അതിൻ്റെ അവകാശികളായി തീരുവാൻ തക്കവണ്ണം എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം കൃപ കൊടുക്കണമേ. ഇപ്പോൾ സെമിത്തേരിയിലേക്ക് ഞങ്ങൾ കടന്നു പോകുന്നു. നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടിയിരിക്കണമേ. ശുശ്രൂഷിപ്പാൻ അവിടുത്തെ ദാസനെ ബലപ്പെടുത്തണമേ. കൃപയ്ക്കുള്ളിൽ അവിടുന്ന് മറയ്ക്കണമേ. കർത്താവേ, നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങളെ ഒരുക്കിക്കാട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മോട് പ്രാർത്ഥിച്ച വിഷയത്തോടും പ്രത്യേകിച്ച് ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തോടും മുഴു ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരെ പിറ്റേന്നോ പാമുണർന്നിടാ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്തു പോകുമ്പോ കഴിയും
ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. വസ്ത്രമൂരിഞ്ഞ ആറാടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നോരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി ഉണർന്നു പോയി. ആദിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. സ്വർഗരാജ്യത്തു ചെന്ന നേരത്ത് കർത്താവെന്നോടു ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിൻ മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാം. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരെ, പിറ്റേന്നോ പാമുണർന്നിടാം. കരയുന്നോ നിങ്ങൾ എന്തിനായി? ഞാനൻ സ്വന്ത ദേശത്തു പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. കഴിയുന്നു യാത്ര ഇത്ര നാൾ
കാത്തിരുന്ന എൻ്റെ പ്രിയനെ കാത്തിരുന്ന എൻ്റെ പ്രിയനെ തേജസ്സോടെ ഞാൻ കാണുന്ന നേരം ഇരുമാടങ്ങിടുമേ തേജസ്സോടെ ഞാൻ കാണുന്ന നേരം ഇരുമാടങ്ങിടുമേ ദൂരസംഗമാകവേ എന്നെതിരെ സന്നദ്ധരായി നീയും നീടുന്നേ ശുഭ്രവസ്ത്രധാരിയ എൻ്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയ എൻ്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. 90-ാം സങ്കീർത്തനം കർത്താവിൻ്റെ ദാസൻ KP വർഗീസ്. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിന് നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദിയായും ശാശ്വതമായി ദൈവമാകുന്നു. നീ മർദ്ദനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് മരണ ചെയ്യുന്നു. ആ ദിവസം പോലെയും രാത്രിയിലെ വലിയാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രയും അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അരിഞ്ഞു പാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളുടെ നെടുവൂർ പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന് പ്രതാപം പ്രയാസം ദുഃഖമത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെ നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞാനുമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളതിൻ്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. നമുക്ക് കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെ ഭൗതിക ശരീരം കുടുംബത്തിൻ്റെ ശുശ്രൂഷ കഴിഞ്ഞ് ഈ സെമിത്തേരി തോട്ടത്തിൽ അടക്കം ചെയ്യേണ്ടതിന് നമ്മൾ കൊണ്ടുവന്ന് കർത്താവിൻ്റെ സാന്നിധ്യം ഇതുവരെ കൂടെ ഇരുന്നു. തുടർന്ന് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്നു നമ്മെ സഹായിക്കേണ്ടതിനാണ് നാം ഇപ്പോൾ സ്തോത്രത്തോട് നമുക്കായിരിക്കും. ഇപ്പോൾ ബാവു സ്തോത്രം. സർവാശ്വാസത്തിൻ്റെയും ഉറവിടമായ ദൈവമേ, സ്വർഗീയ പിതാവേ, ദിവസത്തിൻ്റെതായ മധ്യാഹ്നം അവസരത്തിനാണ് സ്തുതിക്കുന്ന സ്തോത്രം. ഞങ്ങളുടെ പ്രിയദാസൻ ഞങ്ങളിൽ നിന്ന് കർത്താവ് വിരിഞ്ഞുപോയി. ഞങ്ങളുടെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ദൗത്യമാണ് ദൈവത്തെ ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ സംസ്കരിക്കേണ്ടത്. അതിനായിട്ട് ശ്മശാനസ്ഥലത്തേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ സഹായിച്ചു. ഓർത്ത് സ്തോത്രം. ദുഃഖത്തിലിരിക്കുന്ന കുടുംബങ്ങളെയും വ്യക്തികളെ ഓർത്തുന്നവരെ അനുഗ്രഹിക്കണം. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾക്കായിട്ട് സ്തോത്രം. ഒരു വലിയ പ്രത്യാശയോടെ കർത്താവ് ഈ ശരീരം ഭൂമിയിൽ സംസ്കരിക്കുവാനും കർത്താവിൻ്റെതായ കാഹളശബ്ദം കേൾക്കുമ്പോൾ കർത്താവ് പ്രത്യാശയോടെ ഞങ്ങളെല്ലാവരും ഉയർത്തപ്പെടുന്നുള്ള ചിന്തയോടെ ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ എല്ലാവരെയും സഹായിക്കണം. ശുശ്രൂഷപ്പാൻ ദാസന്മാരെ അധികാരപ്പെടുത്തണം. ദൈവനാമം ഞങ്ങൾക്കൂടെ മഹത്വം എടുക്കണം. പുത്ര വിശ്വസിക്കുന്ന നിത്യജീവനെന്നുള്ള വചനപ്രകാരം നിത്യജീവൻ്റെ അവകാശമായി കാണപ്പെടുവാൻ ശുശ്രൂഷ പങ്കുവെക്കുന്ന എല്ലാവർക്കും ഇടയാക്കുകയും ചെയ്യണം. ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണം. ഈ ഭൗതിക ശരീരമടക്കം ചെയ്യേണ്ടതിന് സമയത്തോട് കടന്നു വന്നിരിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ അഭിഷിക്തദാസനാം എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുകയും വാഴയിൽ വീട്ടിൽ പ്രിയ തമ്പി വർഗീസ് ES വർഗീസ് വാഴയിൽ
2 വയസ്സ്. കഴിഞ്ഞ ഇന്ന് രാവിലെ ഞാൻ പ്രിയം വെച്ച കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി. ചില ആഴ്ചകളായി, ചില മാസങ്ങളായി ശാരീരിക ക്ലേശങ്ങൾ വളരെ ഭാരപ്പെട്ടു സഭ പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുക എന്നുള്ളതായിരുന്നല്ലോ. അപ്രകാരം ദൈവം നൽകിയ ആയുസ് തികച്ച് ഈ രാവിലെ സമയം കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഭവനത്തിൻ്റെ ശുശ്രൂഷ കഴിഞ്ഞ് ഈ സെമിത്തേരി തോട്ടത്തിൽ നാം കൊണ്ടുവന്നിരിക്കുമ്പോൾ ഏറിയ പ്രത്യാശയും ധൈര്യവും ദൈവം തൻ്റെ ജനത്തിന് നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സമയം ഞാൻ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മുടെ COVID-19 കാരണത്താൽ ശവടക്കിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ റൂൾ അനുസരിച്ചതിനേക്കാൾ കൂടുതൽ ആൾക്കാരുണ്ട്. അതുകൊണ്ട് വേഗത്തിൽ തന്നെ ഈ ശുശ്രൂഷ നിർവഹിക്കാൻ ഞാൻ കർത്താവിൽ ശ്രമിക്കുന്നു. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, നീതിമാനവും മരണത്തിലും പ്രത്യാശയുണ്ട്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, നീതിമാനവും മരണത്തിലും പ്രത്യാശയുണ്ട്. പ്രിയമുള്ളവർ, നീതിമാൻ്റെ പ്രത്യാശ എന്താണ്? ഒരു ഭക്തൻ്റെ പ്രത്യാശ എന്താണ്? ഭക്തൻ്റെ പ്രത്യാശ തൻ്റെ ഇഹലോക ജീവിതം കൊണ്ട് തൻ്റെ ആയുസ് തീരുകയല്ല, ഇതിനു ശേഷം നമുക്ക് ഒരു ജീവിതമുണ്ട്. മരണം കൊണ്ട് അവസാനിക്കുന്നില്ല, ഇനിയോ മരണത്താൽ നിത്യതയുടെ തുടക്കം ആരംഭിക്കുകയാണ്. ആ പ്രത്യാശ ജീവിച്ചിരിക്കുമ്പോൾ പ്രാപിക്കുവാനിടയായി തീർന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആ പ്രത്യാശ നമുക്ക് എങ്ങനെയുള്ള പ്രത്യാശയാണ്? കല്ലറയ്ക്കപ്പുറത്തുള്ള ഒരു ജീവിതത്തെ പറ്റിയുള്ള പ്രത്യാശ നമുക്കുണ്ട്. ഇവിടെ ആർക്കെങ്കിലും ആ ഒരു പ്രത്യാശയില്ല എങ്കിൽ ഇന്ന് നിങ്ങൾ ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ജീവിതത്തിലെ പ്രത്യാശയുള്ളവരായി തീരണമേ എന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുക. ക്രിസ്തുവിൽ മരിക്കുന്നവരാണ് ആദ്യം ഉയർത്തുന്നത്. ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജനിക്കപ്പെടണം. ക്രിസ്തുവിൽ ജനിക്കപ്പെട്ടാൽ മാത്രം പോരെ, ക്രിസ്തുവിൽ ജീവിച്ച് ഒരു വ്യക്തിക്ക് മാത്രമേ ക്രിസ്തുവിൽ മരിപ്പാൻ കഴിയുകയുള്ളൂ. വാത്സല്യ പിതാവ് അങ്ങനെ ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കപ്പെടുവാനിടയാണ്. അനേകരുടെ ജീവിതം കല്ലറ കൊണ്ട് അവസാനിക്കുമ്പോൾ ഒരു ഭക്തന്റെ ജീവിതം കല്ലറ കൊണ്ട് അവസാനിക്കുന്നതല്ല. ആ പ്രത്യാശയുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം. പ്രത്യാശയെ ഉണർത്തുന്ന നിരവധി ദൈവിക വചനങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നീതിമാന്റെ പ്രത്യാശ മരണത്തിനപ്പുറമുള്ളതാകൊണ്ട് ഇവിടെ ഞാൻ മരിച്ചാലും ക്രിസ്തുവിനെ കാണുമെന്നുള്ള ഒരു പ്രത്യാശ. യോബിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു, ഞാൻ അന്യനല്ല, സ്വന്തം കണ്ണാൽ തന്നെ എൻ്റെ ദൈവത്തെ ഞാൻ കാണും. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു തന്നെ തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ലാസറിന്റെ കല്ലറയുടെ വാതിക്കൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും വീണ്ടും ജീവിക്കും. അത് നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നു. മരിച്ച വ്യക്തി ജീവിക്കുമോ? അനേകരുടെ ഹൃദയങ്ങളിൽ ചോദ്യമുയരാം. എന്നാൽ കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ മരിച്ച് നാറ്റം വെച്ച ലാസറിനെ ഉയർപ്പിച്ച് തന്നെ കാത്തിരിക്കുന്ന തൻ്റെ ജനത്തിന് ഉറപ്പ് നൽകി. അതെ, മരിച്ച് നാറ്റം വെച്ച് മണ്ണോട് മണ്ണായി തീർന്നാലും കാഹളത്തിൻ്റെ ധ്വനി മുഴങ്ങുമ്പോൾ മണ്ണായി തീർന്ന ശരീരം അത് മഹത്വമുള്ള ശരീരമായി എഴുന്നേൽക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയില്ലാത്ത വ്യക്തികളെ പോലെ ആകുകയല്ല. ദ്രവത്വമുള്ള നമ്മുടെ ശരീരം, മർത്യമായ നമ്മുടെ ശരീരം, വചനങ്ങൾ നമ്മൾ കാണുന്നു, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കും. ക്രിസ്തുവിൽ മരിച്ച് അടക്കപ്പെട്ട ഭക്തന്മാർ ക്രിസ്തന്റെ കാഹളത്തിന്റെ ധ്വനി മുഴങ്ങുമ്പോൾ അവർ ഉയർത്തെഴുന്നേൽക്കും. അവർ, ഹേ മരണമേ, നിന്റെ ജയം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് വിജയഭേരി മുഴക്കിക്കൊണ്ട് ക്രിസ്തുവിൽ
നിദ്ര പ്രാപിക്കാത്ത ജീവിച്ച ഭക്തന്മാർ ഇങ്ങനെ വിളിക്കും, ഹേ മരണമേ നിന്റെ വിഷമുള്ള ഇവിടെ. ഇങ്ങനെ ക്രിസ്തുവിൽ മരിച്ചവരും ക്രിസ്തുവിൽ ജീവിച്ചവരും ജീവനോടെ ഇരിക്കുന്നവരും പ്രത്യാശയോടെ വിജയഭേരി മുഴക്കി ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സുദിനമുണ്ട്. ആ സുദിനമാണ് നാം കാത്തിരിക്കുന്നത്. ആ പ്രത്യാശയുള്ളവർ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തു. ആ പ്രത്യാശയെ ഉണർത്തുന്ന നിരവധി വാക്യങ്ങൾ ദൈവവചനത്തിലൂടെ നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 12 മുതൽ 26 വരെയുള്ള ഭാഗം, അതേപോലെ തന്നെ 36 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ കൂടെ വായിക്കാം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താന്താൻ്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാലത്തോളം വാഴേണ്ടതാകുന്നു. ഇനിയും 35 മുതൽ 58 വരെയുള്ള ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിൻ്റെയോ മറ്റു വല്ലതിൻ്റെയോ വെറും മണിയത്രയോ വിതയ്ക്കുന്നത്. ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർത്തുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർത്തുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർത്തുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർത്തുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരവുമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീക പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അധ്യഹാകളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകും ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കിയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുകയും. മരണാനന്തര അനുഭവങ്ങളെ പറ്റിയുള്ള പ്രത്യാശയുടെ വചനങ്ങൾ നാം എല്ലാവരും വായിച്ചു കേട്ടുവല്ലോ. നാം ഏവരും ആ പ്രത്യാശയോടുകൂടെ
കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുകയാണ്. അതുകൊണ്ടാകിയാൽ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കുകയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുന്നു. ആകയാൽ ക്ഷീണിക്കാതെ മടുക്കാതെ നമ്മുടെ ജീവിതത്തിലുണ്ടായ പ്രിയ കുടുംബത്തിന് പ്രിയ വാത്സല്യ പിതാവ് ഉള്ള മാറ്റം ഉണ്ടായതുകൊണ്ട് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഉണ്ടായ വിടവ് കർത്താവിൻ്റെ സാന്നിധ്യം നികത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. വീണ്ടും നമുക്ക് കണ്ണുകളടയ്ക്കുക. ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ പുന്നൂസ് പാഷ ശബ്ദമൂർത്തി പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹദൈവമേ, സ്വർഗപിതാവേ, നമ്മയോട് സ്തുതിക്കുന്നു. ഇതുവരെയും ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോടുകൂടി ഉണ്ടായിരുന്നു. ആ നന്ദിയോടെ സ്തുതിക്കുന്നു. താവേ, ഞങ്ങളുടെ പ്രിയാതമാക്കും ഈ പലകാലം ദൈവമേ നിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ പറ്റുന്നതിനിടയായല്ലോ. ദൈവമേ, പലകാലം വലിയ ഈ അടക്കാരാധനയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു കൂടെയുള്ളതിനായി സമർപ്പണം ചെയ്യുന്നു. അവിടുത്തെ ആവശ്യത്തിന് ദൈവമരത്തിനായി സമർപ്പണം ചെയ്യുന്നു. താവേ, ദുഃഖത്തിലായിരിക്കുന്ന അവരുടെ കുഞ്ഞുങ്ങളെ എല്ലാ ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. സകല വിജയകവിന് ദൈവിക സമാധാനത്താൽ ദൈവമായ കർത്താവ് നിറയ്ക്കണമേ. ഏറിയ പ്രത്യാശയാലെ കർത്താവ് നിങ്ങൾ ചിന്തനാൽ നന്ദികൾ ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കല്ലറിനുള്ളവരെല്ലാം അവൻ്റെ ശബ്ദം കേൾക്കും. നന്മ ചെയ്തവർ, ജീവനായി ചിന്ത ചെയ്തവർ, ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുന്നുള്ള നിൻ്റെ വചനത്തിനായി നന്ദിയോട് ജഗത്തിനെ സ്തുതിക്കുന്നു. ആ നല്ല സുദിനത്തിന് വേണ്ടി കർത്താവേ ഹാലലിയ, നിൻ്റെ ദാസനെ ഞങ്ങളെ ഹാലലിയ ഇവിടെ സംസ്കരിക്കുമ്പോൾ നിൻ്റെ സാന്നിധ്യം അവരുടെ കൂടെയുള്ളതിനാൽ നന്ദിയോട് ജഗത്തിനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വീണ്ടെടുക്കുവാനും ജീവിക്കുന്നതോർത്ത് നന്ദിയോട് ഞങ്ങളെ സ്തുതിക്കുന്നു. അവിടെ ഞങ്ങളെ ചേർക്കുവാൻ എത്രയും താമസിക്കുന്ന വരുമല്ലോ കർത്താവേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും ഹല്ലേലൂയ, അനേകായിരം വിശുദ്ധന്മാരോട് ഒരുമിച്ച് രൂപാന്തര ശരീരം പ്രാപിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ ഞങ്ങൾ എടുക്കപ്പെടുമെന്നുള്ള നിന്റെ വചനത്തിനായി നന്ദിയോട് ഞങ്ങളെ സ്തുതിക്കുന്നു. കരങ്ങളിലേൽപ്പിക്കുന്നു. പല പ്രത്യേകమైన ദൈവസമാധാനത്താൽ നിറച്ചാട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ വിളിച്ചിട്ട് കേൾക്കണം. മുഖം അവിടെ നോക്കി ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുവചന പ്രകാരം ശരീരം അതെടുത്ത ഭൂമിയിലേക്ക് തിരികെ ചേരേണ്ടത് മരിച്ചുപോയ ഈ ദാസന്റെ ആത്മാവിനെ തൻ്റെ അടുക്കലേക്ക് കൈക്കൊള്ളുവാൻ അങ്ങേക്ക് ഇഷ്ടം തോന്നിയത് സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നതിൻ്റെ വ്യാപാര ശക്തി നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നിത്യജീവനിലേക്ക് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളായിരിക്കുന്നു. നിലത്തുനിന്ന് ഇനി എടുത്തിരിക്കുന്നു. അത് തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരും എന്നുള്ള വചനത്തിനായി സ്തോത്രം. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിശുദ്ധ വചനപ്രകാരം മണ്ണിന് മണ്ണായും പൂഴിക്ക് പൂഴിയായും ഈ മൃതശരീരം ഭൂമിക്ക് തിരികെ ഏൽപ്പിക്കുന്നു. ഇത് അടച്ച് കല്ലറയ്ക്കകത്തേക്ക് വെക്കാം. ഒരു പ്രത്യാശയുടെ കാലം പാടാം. നാദത്തോടും പ്രധാന ദൈവാദൂതശബ്ദത്തോടും നാദത്തോടും പ്രധാന ദൈവാദൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ ഉറങ്ങിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ ഉറങ്ങിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തോ വാനിൽ ചേർന്നിടും, പെട്ടെന്നുയർത്തോ വാനിൽ ചേർന്നിടും.
പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരെ പിറ്റേന്നോ പമുണർന്നിടാ. കരയുന്നോ നിങ്ങൾ എന്തിനായി? ഞാനൻ സ്വന്ത ദേശത്തു പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. ദൈവവചനത്തിൽ നിന്നൊരു വേദഭാഗം വായിക്കുന്നു. ലേഖന 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്ത് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് ആശ്വസിച്ചുകൊള്ളി. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഭൗതിക ശരീരം ഈ കല്ലറയിൽ നാം അടക്കം ചെയ്യുകയാണ്. ഇത് കർത്താവിൻ്റെ കാഹളത്തിൻ്റെ ധ്വനി മുഴങ്ങുമ്പോൾ ആ പ്രത്യാശയുടെ പൊൻപുലരിയിൽ എഴുന്നേറ്റ് വരും. ആ പ്രത്യാശയോടുകൂടെ നമുക്കായിരിക്കുക. ഞാൻ സ്വർഗത്തു നിന്നൊരു ശബ്ദം കേട്ടു, അത് എന്നോട് പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. അതേ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു എന്ന് ആത്മാവ് പറയുന്നു. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തു നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നുവെന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. നീയോ സഹോദര, അവസാനം വരുവോളം പോയിക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലവസാനത്തിങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. വാഴിയിൽ വീട്ടിൽ തമ്പാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രിയ സഹോദരൻ്റെ ഭൗതിക ശരീരം കാഹളം ധ്വനിക്കുമ്പോൾ മൺമറഞ്ഞ വിശുദ്ധന്മാർ
അക്ഷയരായി രൂപാന്തരപ്പെടുന്ന ഉയർപ്പിൻ സുപ്രഭാതത്തിൽ പുനരുദ്ധാനം പ്രാപിച്ച് ഉയർത്തു വരുന്നതിനായി ഇവിടെ സംസ്കരിക്കുന്നു. അവിടുത്തെ കാഹളം ധ്വനിക്കുമ്പോൾ നീയും ഇവിടെ നിന്ന് ഉയർത്ത് നിന്റെ രക്ഷകനെ എതിരേറ്റുകൊള്ളുക. ആമേ ആമേ ആമേ. ഇപ്പോൾ നാം ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പത്തിപ്പാറ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിനു തങ്കച്ചൻ അവർ പ്രാർത്ഥിക്കുകയും പൊന്നൂസ് പാഷ ആശീർവാദം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട തമ്പാച്ചാൻ്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഇന്ന് പ്രഭാതം മുതൽ ഇവിടെ സമയം വരെയായി എല്ലാ ശുശ്രൂഷകളും കർത്താവ് ഭംഗിയാക്കി തീർത്തതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവനെ കാണാമെന്നുള്ള പ്രത്യാശയോടെ ഞങ്ങളായിരിക്കുന്നു. ഭവനത്തിൽ കർത്താവിയായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം നൽകണമേ, ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സമാധാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാൻ തൻ്റെ ദാസന്മാരെ ദൈവം ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് എല്ലാ വിഷയങ്ങളെയും സ്തോത്രത്തോടെ ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മോടും ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും ഈ ലോകത്തിലെ സകല വിശുദ്ധന്മാരോടും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുവേ എല്ലാവരോടും ഞാൻ നാഥന്റെ ചാരെ പിറ്റേന്നോ പാമുണർന്നിടാം. കരയുന്നോ നിങ്ങൾ എന്തിനായി? ഞാൻ സ്വന്ത ദേശത്തു പോകുമ്പോ യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും